ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് രുചികരമായ ഒരു മാംഗോ പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് രുചിയാണ്. അതിനുവേണ്ടി ഞാൻ 2 മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴുകി നന്നായി കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി 2 ബദാം വെള്ളത്തിൽ കുതിർത്തത് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് മാങ്ങയും ബദാമും ഐസ് ക്യൂബ്സും കൂടി നല്ല തണുപ്പിന് പുഡിങ് നല്ല തണുത്തിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഡയറക്റ്റാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് ശകലം വെള്ളവും കൂടി അടിച്ച് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ അത് പ്യൂരിയായി റെഡിയായി കിട്ടും. തിക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം. അത് പ്യൂരി ആയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. വളരെ സ്വാദിഷ്ടമായതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരച്ചെടുത്ത ആ പ്യൂരി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആദ്യമേ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കണ്ടൊഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ വെളിയിലോട്ട് തുളുമ്പിപ്പോവും. അതുകൊണ്ടാണ് മാങ്ങ ആദ്യമേ നമുക്കൊരു പകുതിയോളം പ്യൂരി ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിയാ സീഡ് ഇത് ഞാൻ റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂട് പാലിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ചിയാ സീഡ് ഇട്ട് ഒരു ഹാഫ് ആൻ അവർ വെച്ച് കുതിർത്തെടുത്ത ചിയാ സീഡാണ് ഞാൻ ഈ മാങ്ങ പുഡിങ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആ മാംഗോ പ്യൂരിയുടെ മണ്ടയിലേക്ക് ആ ചിയാ സീഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങയുടെ ഒരു ഭാഗം ഞാൻ സ്ലൈസ് കുഞ്ഞാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് ആവശ്യത്തിന് തേനും കൂടെ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ മധുരം കുറവാണെങ്കിൽ, ഇല്ലെങ്കിൽ തേൻ ചേർക്കണ്ട. ഇത്രയേ ഉള്ളൂ പുഡിങ് റെഡിയാക്കാനായിട്ട്. വളരെ സ്വാദിഷ്ടമായ മാംഗോ പുഡിങ് റെഡിയായി. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഇനി എപ്പം മാങ്ങ കിട്ടിയാലും നമ്മൾ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കും. അധികം നിറച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പിന്നെ ഇത് നമ്മൾ ഇളക്കി കഴിക്കുമ്പം അല്ലെ പുറത്ത് പോകും. അതുമാത്രമല്ല, ഇങ്ങനെ മാങ്ങ സ്ലൈസായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും നോക്കണം. വളരെ സ്വാദിഷ്ടമായൊരു മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വേനലിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ടിരിക്കുക. ബൈ, സീ യു.